കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ദീപാവലിയാണ് വരാൻ പോകുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ദീപാവലി ആഘോഷങ്ങളുടെ ആദ്യത്തെ ദിവസമാണ് ധൻ ത്രയോദശി അല്ലെങ്കിൽ ധൻ തേരാസ്. ധൻ ത്രയോദശി വരുന്നത് 2025 ഒക്ടോബർ മാസം 18-ാം തീയതി ശനിയാഴ്ചയാണ്. ത്രയോദശി തിഥിയിലാണ് ധൻ ത്രയോദശിയായി നമ്മൾ ആചരിക്കുന്നത്. ത്രയോദശി തിഥി ആരംഭിക്കുന്നത് 2025 ഒക്ടോബർ മാസം 18-ാം തീയതി ഉച്ചയ്ക്ക് 12:18 മുതൽ 2025 ഒക്ടോബർ മാസം 19-ാം തീയതി ഉച്ചയ്ക്ക് 1:51 വരെയാണ്. അതുകൊണ്ട് തന്നെ ധൻ ത്രയോദശിയായി നമ്മൾ ആചരിക്കുന്നത് 2025 ഒക്ടോബർ മാസം 18-ാം തീയതിയാണ്. എന്താണ് ഈ ദിവസത്തെ പ്രത്യേകത? എന്തിനാണ് നമ്മൾ ഈ ദിവസം വളരെ പ്രാധാന്യത്തോടു കൂടി കണക്കാക്കുന്നത്? നമ്മൾ പറഞ്ഞു, ദീപാവലി ആഘോഷങ്ങളുടെ മുന്നോടിയായി വരുന്ന ആഘോഷമാണ് ധൻ ത്രയോദശി. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ദീപാവലി ആഘോഷങ്ങളുടെ ആദ്യത്തെ ദിവസം. ഈ ദിവസമാണ് മഹാലക്ഷ്മി ക്ഷീരസമുദ്രത്തിൽ നിന്ന് ഉദയം ചെയ്തത്. നമുക്കറിയാം, കുബേരദേവൻ മഹാലക്ഷ്മി പ്രദാനം ചെയ്യുന്ന, മഹാലക്ഷ്മി അനുഗ്രഹിച്ചു നൽകുന്ന ധനം, അത് വേണ്ട വിധത്തിൽ, വേണ്ട രീതിയിൽ, വേണ്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? കുബേരനാണ്, ഖജാൻചിയാണ്. മഹാലക്ഷ്മി നൽകുന്ന ധനം സൂക്ഷിച്ചു വെക്കുന്ന ഖജാൻചിയാണ് ആരെന്ന് പറയുന്നത്? കുബേരൻ. അതുകൊണ്ട് തന്നെ നമുക്ക് സമ്പത്ത്, ഐശ്വര്യം ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് പ്രദാനം ചെയ്യും മഹാലക്ഷ്മി. പക്ഷേ മഹാലക്ഷ്മി പ്രദാനം ചെയ്താലും അത് നമ്മിലേക്ക് എത്തണമെങ്കിൽ എന്തു വേണം? കുബേര ഭഗവാന്റെ അനുഗ്രഹം കൂടി വേണം. നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ ചെന്നു, അത് ഒരു പൈസ അല്ലെങ്കിൽ ഒരു ലോണിന് അല്ലെങ്കിൽ ഒരു ധനസഹായത്തിന് നമ്മൾ ഒരു അപേക്ഷ കൊടുക്കുന്നു. മാനേജർ എന്തു ചെയ്യുന്നു? ആ അപേക്ഷയിൽ നമുക്ക് ഒപ്പുവെക്കുന്നു. പക്ഷേ ഒപ്പിട്ടു എന്നതുകൊണ്ട് നമുക്ക് പൈസ കിട്ടില്ല. ആ പൈസ അതിൻ്റെ നൂലാമാലകളിലൂടെയൊക്കെ കടന്നുപോയി അവസാനം ആ ക്യാഷർ എടുത്ത് നമ്മുടെ കയ്യിലേക്ക് തരണം, കാശായിട്ടോ ചെക്കായിട്ടോ. അങ്ങനെ തരണമെങ്കിൽ അയാളെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? പ്രീതിപ്പെടുത്തണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചുവപ്പ് നാടകളിൽപ്പെട്ട് അതങ്ങനെ കിടന്നു പോകും. അതുകൊണ്ട് അവിടെ നിന്നും സാങ്ഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ കുബേരദേവന്റെ അനുഗ്രഹം കൂടി വേണം. അതുകൊണ്ട് ധൻ തേരാസ് ദിവസം എല്ലാ മനുഷ്യരും മഹാലക്ഷ്മിയെയും കുബേര ഭഗവാനെയും പ്രാർത്ഥിക്കും. മറ്റൊരു പ്രത്യേകത, ധന്വന്തരി മൂർത്തിയുടെ ജന്മദിനമാണ് എന്ന് പറയുന്നു. എത്ര പണമുണ്ടെങ്കിലും ആരോഗ്യം കൂടി വേണം. എങ്കിൽ മാത്രമേ മഹാലക്ഷ്മി പ്രദാനം ചെയ്തു തന്ന ആ ഐശ്വര്യങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം മഹാലക്ഷ്മിയെയും കുബേരസ്വാമിയെയും പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ധന്വന്തരി മൂർത്തിയെ കൂടി പ്രാർത്ഥിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാട് അന്നേ ദിവസം ചെയ്യാറുണ്ട്. അതാണ് യമദീപം. നമ്മൾ സാധാരണ നമ്മുടെ വീടിനകത്ത് വിളക്ക് തെളിയിക്കും, അല്ലെങ്കിൽ പൂജാമുറിക്കകത്ത് നമ്മൾ വിളക്ക് തെളിയിക്കും. ചിലർ സിറ്റ് ഔട്ടിനകത്ത് വിളക്ക് തെളിയിക്കും. പക്ഷേ ഈ ധൻതേരാസ് ദിവസം സാധാരണ ഹിന്ദുമത വിശ്വാസികൾ നമ്മുടെ പൂജാമുറിക്കകത്തൊരു വിളക്ക് തെളിയിച്ചാൽ പോലും പുറത്തുകൂടി ഒരു വിളക്ക്, ഒരു
മൺചിരാതിനകത്ത് ഒരു വിളക്ക് പുറത്ത് തെളിയിക്കാറുണ്ട്. ആ വിളക്കിന് യമദീപം എന്നാണ് പറയുന്നത്. ഇനി സിറ്റ് ഔട്ടിലാണ് വിളക്ക് തെളിയിക്കുന്നതെങ്കിൽ പോലും കുറച്ചങ്ങോട്ട് നീങ്ങി മറ്റൊരു വിളക്ക് കൂടി, അതായത് ഒരു മൺചിരാതിനകത്ത് ഒരു വിളക്ക് കൂടി തെളിയിക്കാറുണ്ട്. അതിനെ യമദീപം എന്ന് പറയുന്നു. അത് യമധർമ്മന് വേണ്ടിയിട്ടുള്ള വിളക്കാണ്. അങ്ങനെ തെളിയിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് ദുർമരണങ്ങൾ ഉണ്ടാകാതിരിക്കാനും, അതുപോലെ തന്നെ അത്യാപത്ത് കൊണ്ടുള്ള മരണങ്ങളുണ്ട്, അതായത് ആത്മഹത്യ, അപകടം, പെട്ടെന്നുണ്ടാകുന്ന രോഗം കൊണ്ടുണ്ടാകുന്ന മരണം, അങ്ങനെ അനാവശ്യമായ സമയത്ത് കടന്നു വരുന്ന മരണങ്ങൾ, അങ്ങനെയുള്ള മരണങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബത്തിലുള്ള മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്നേ ദിവസം യമധർമ്മന് കൂടി ഒരു വിളക്ക് തെളിയിക്കുന്നത്. അത് പുറത്ത് ഒരു മൺചിരാതിലാണ് തെളിയിക്കേണ്ടത്. ഇതാണ് പ്രധാനമായും നമ്മൾ ഇതിനെപ്പറ്റി അറിയാനുള്ളത്. ഇനി ഈ ധൻതേരാസ് ദിവസം നമ്മൾ മഹാലക്ഷ്മിക്ക് വേണ്ടി 13 വിളക്കുകളാണ് സാധാരണയായി തെളിയിക്കുന്നത്. അതായത് നമ്മളൊരു പാത്രത്തിനകത്ത്, ഒരു വലിയ പാത്രത്തിനകത്ത് 13 മൺചിരാതുകളെടുത്ത് നെയ്യൊഴിച്ച് നമ്മൾ വിളക്ക് തെളിയിക്കാറുണ്ട്. ഇനി വലിയ പാത്രമില്ലെങ്കിൽ പോലും നമ്മളൊരു നിലവിളക്ക് തെളിയിച്ച് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. 5 തിരിയിട്ട് അല്ലെങ്കിൽ 2 തിരിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിരത്തി വേണമെങ്കിലും നിങ്ങൾക്ക് 13 മൺചിരാതുകൾ വെച്ചിട്ട് അതിൽ നെയ്യൊഴിച്ച് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം. ആ വിളക്കുകളൊക്കെ തന്നെ മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദീപാവലിയുടെ മുന്നോടിയായിട്ട് നമ്മൾ നടത്തുന്ന ആഘോഷമാണ്. അന്ന് മുതൽ 5 ദിവസത്തെ ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ പൂജാമുറിയൊക്കെ നല്ല വൃത്തിയായി തൂത്ത് തുടച്ച്, നമ്മുടെ പടങ്ങൾ, അതായത് ഭഗവാന്റെ പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പനിനീര് കൊണ്ട് തുടച്ച്, പുതിയ മാലകളൊക്കെ ചാർത്തി അലങ്കരിച്ച്, കളഭമൊക്കെ തൊട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ധൻതേരാസ് ദിവസം ആഘോഷിക്കാനായിട്ടുള്ളത്, വിളക്ക് തെളിയിക്കാനായിട്ടുള്ളത്. ഇനി നിങ്ങൾ ഈ 13 വിളക്കൊന്നും തെളിയിച്ച് അങ്ങനെയുള്ള പൂജകളൊന്നും നടത്തുന്നില്ല എങ്കിൽ പോലും അന്നേ ദിവസം, അതായത് 18-ാം തീയതി നിർബന്ധമായും പൂജാമുറി തൂത്തു തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് വേണം വിളക്ക് തെളിയിക്കാനുള്ളത്. അങ്ങനെ നമ്മുടെ പൂജാമുറിയെല്ലാം നല്ല വൃത്തിയായി തൂത്തു തുടച്ച്, പടങ്ങളെല്ലാം നന്നായി തുടച്ച്, പുതിയ മാലകളൊക്കെ ചാർത്തി, കളഭമൊക്കെ ചാർത്തി നല്ല ഭംഗിയാക്കി വെച്ചതിന് ശേഷം ഇനി നിങ്ങൾക്ക് പൂജയായിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അന്നേ ദിവസം 13 വിളക്കുകൾ ദേവിക്ക് വേണ്ടി സമർപ്പിക്കുക. ദേവിക്ക് മധുര പലഹാരം, എന്തെങ്കിലും നമുക്ക് സാധിക്കുന്ന എന്തെങ്കിലും ഒരു മധുര പലഹാരം നൈവേദ്യമായി സമർപ്പിക്കുക. മധുര പലഹാരം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ 1 ഗ്ലാസ് പാല്, പഞ്ചസാരയും ഏലക്കയും ഇട്ട് കാച്ചി ഭഗവതിക്ക് നൈവേദ്യമായി സമർപ്പിക്കുക. ഇനി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു തളികയിൽ 1 കഷ്ണം മഞ്ഞൾ, 5-6 ഗ്രാമ്പു, 4-5 ഏലക്ക, കുറച്ച് 1 കഷ്ണമോ 2 കഷ്ണമോ കറുവപ്പട്ടയുടെ, അതായത് ബേ ലീവ്സ്, കറുവപ്പട്ടയുടെ ഇല, ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അത്, മല്ലി, കുരുമുളക്, അതുപോലെ തന്നെ നാരങ്ങ, ചെറുനാരങ്ങ ഒരെണ്ണം മതി. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഒരു പാത്രത്തിൽ എടുത്തിട്ട് അത് നൈവേദ്യമായിട്ട് സമർപ്പിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ പച്ചക്കർപ്പൂരം, അതായത് നമ്മൾ ക്ഷേത്രങ്ങളിൽ കർപ്പൂരം കത്തിക്കുന്ന ആ കർപ്പൂരമല്ല, അങ്ങാടിക്കടയിൽ പോയി കഴിഞ്ഞാൽ പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞ് നമുക്ക് പ്രത്യേകമായി മേടിക്കാനായിട്ട് കിട്ടും. അത് പച്ചക്കർപ്പൂരം, അത് നൈവേദ്യമായി സമർപ്പിക്കുക. ചിലർ ഉപ്പ് വെക്കാറുണ്ട്. ഉപ്പ് നെഗറ്റീവ് എനർജികളെ കളയുമെന്നാണ് വിശ്വസിക്കുന്നത്. കല്ലുപ്പ് അത് വെക്കാറുണ്ട്, നമ്മുടെ ഇഷ്ടം. കൽക്കണ്ടം വെക്കാറുണ്ട്, അത് നമ്മുടെ ഇഷ്ടം. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളിൽ എല്ലാം കിട്ടുമെങ്കിൽ നല്ലത്. അതല്ല നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ,
അത് നിങ്ങൾ വെക്കുക. ഇനി എന്ത് തന്നെ ആയാലും, ഇപ്പോൾ മല്ലി ആയാലും കുരുമുളകായാലും പുതിയത് മേടിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ഒരു പിടിയായിട്ട് ഒരു സ്പൂണോ 2 സ്പൂണോ അത്രയും വെച്ചാൽ മതി. അല്ലാതെ ഒരുപാടൊന്നും വെക്കണ്ട. നമ്മൾ വീട്ടിൽ ദിവസവും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിനകത്തു നിന്ന് എടുത്തുകൊണ്ട് വന്ന് വെക്കണ്ട. കാരണം പലപ്പോഴും നമ്മൾ അശുദ്ധിയോടുകൂടിയൊക്കെ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാക്കും. അതുകൊണ്ട് പുതിയത് മേടിച്ച് വെക്കാൻ സാധിക്കുമെങ്കിൽ വെക്കുക. ഇതെല്ലാം കൂടി മേടിച്ച് വെക്കണമെന്നില്ല, നമുക്ക് പറ്റുന്നത് മേടിച്ച് വെച്ച് അതിനെ ഒരു പൂജയായി നൈവേദ്യമായി ഭഗവതിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കാരണം ഇതെല്ലാം മഹാലക്ഷ്മിക്കും ധന്വന്തരമൂർത്തിക്കും പ്രിയപ്പെട്ട വിഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ ചൂല് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പൂജ വെക്കാനായിട്ട് ചെറിയ ചൂല് മേടിക്കാനായിട്ട് ഉത്തരേന്ത്യയിലൊക്കെ കിട്ടാറുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ശീലമില്ല. നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിരുന്നു, ചൂല് മഹാലക്ഷ്മിയാണോ എന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. ചൂല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മി തന്നെയാണ്. നമ്മുടെ നാട്ടിലാണ് ഈ ചൂലിനെ ഇങ്ങനെ അശ്രദ്ധമായിട്ട് അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് ഇടുന്നത്, ഏതെങ്കിലും ഒരു മൂലയ്ക്കൊക്കെ കൊണ്ടുപോയി ഇടുന്നത്. ചിലപ്പം പലരും കാലുകൊണ്ട് ചൂലിനെ തട്ടി നീക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഞങ്ങളൊക്കെ ആന്ധ്രയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ ആന്ധ്രയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൂലയിൽ ആരെങ്കിലും ചവിട്ടുവാണെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റലിലെ വാർഡൻ ഒരു വടി എടുത്തുകൊണ്ട് വന്ന് തല്ലുമായിരുന്നു. എന്നിട്ട് ഞങ്ങളെ കൊണ്ടൊക്കെ തൊഴിയിപ്പിക്കുമായിരുന്നു. ചൂല് അങ്ങനെ ചവിട്ടാൻ പാടില്ല, മഹാലക്ഷ്മിയാണ് എന്നാണ് പറയുന്നത്. അപ്പം അത്രത്തോളം ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്ന ഒരു വസ്തുവാണ് ചൂല് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളെല്ലാം അടിച്ചു തൂത്ത് വൃത്തിയാക്കി നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവന്ന് തരുന്ന ദേവതയാണ് ചൂല്. പക്ഷേ നമ്മൾ മലയാളികൾ വളരെ അശ്രദ്ധമായി ചൂലിനെ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പുതിയ ചൂല് മേടിച്ച് പൂജ ചെയ്യുന്നതിൻ്റെ ആ പൂജാമുറിയുടെ പൂജാ സാധനങ്ങളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് പൂജ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അങ്ങനെ പൂജ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പൂജാദ്രവ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ധൻതേരാസ് ദിവസം നമ്മൾ ഭഗവതിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്നും എടുക്കുന്നത്, അതായത് ഈ കുരുമുളക്, മല്ലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നത് ദീപാവലിക്ക് ശേഷമാണ്. എല്ലാ ദിവസവും നൈവേദ്യം, അതായത് ഭഗവതിക്ക് കൊടുക്കുന്ന നൈവേദ്യ പദാർത്ഥങ്ങൾ, അതായത് മധുരപലഹാരങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ പൂക്കളൊക്കെ തന്നെ മാറ്റിയാലും ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉപ്പ്, പച്ചക്കർപ്പൂരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ മാറ്റാറില്ല. ചൂലും മാറ്റാറില്ല. ഈ ചൂല് നമുക്ക് ദീപാവലിക്ക് ശേഷം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇവിടെ ഇപ്പോൾ പൂജ വെക്കാനായിട്ട് അങ്ങനെ കൊച്ചു ചൂലായിട്ട് കിട്ടുന്നതൊന്നും ഞാൻ കടയിൽ കണ്ടിട്ടില്ല. പക്ഷേ പുറത്തൊക്കെ അങ്ങനെ കിട്ടാറുണ്ട്, അവരങ്ങനെ ചെയ്യാറുമുണ്ട്. അതൊക്കെ വളരെ ശ്രേഷ്ഠമാണെന്ന് കണക്കാക്കുന്നു. ഇനി പ്രധാനമായിട്ടും മറ്റൊരു വസ്തു, അതായത് പൈസ. 100 രൂപയുണ്ടെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ 500 രൂപ എത്രയാണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഒരു വെള്ളി നാണയവും കൂടെ ചേർത്തിട്ട്, ഒരു 500 രൂപയുടെ നോട്ടാകാം, അല്ലെങ്കിൽ 100 5 രൂപയുടെ നോട്ടുകളാകാം, അല്ലെങ്കിൽ 500ൻ്റെ എത്രയെങ്കിലും നോട്ടുകളാകാം, നിങ്ങൾക്കുള്ളതുപോലെ, അല്ലെങ്കിൽ 10 രൂപയായിക്കോട്ടെ 50 രൂപയായിക്കോട്ടെ, നമ്മുടെ കയ്യിൽ എടുക്കാൻ പറ്റുന്ന അത്രയും ചെറിയ തുകയോ വലിയ തുകയോ, ഓരോരുത്തരുടെ ധനസ്ഥിതി ഓരോ രീതിയിലായിരിക്കുമല്ലോ. അതനുസരിച്ചിട്ട് നമ്മൾ വിഷുവിനൊക്കെ കണി വെക്കുമ്പം നമ്മൾ പണം വെക്കാറുണ്ടല്ലോ. അതേപോലെ തന്നെ അന്നേ ദിവസം, അതായത് ഈ ധൻതേരാസ് ദിവസം ഈ പണം കൂടി ഒരു ദക്ഷിണ പോലെ ഭഗവതിയുടെ മുമ്പിൽ സമർപ്പിക്കാറുണ്ട്. പിന്നീട് ആ പണവും നമ്മൾ ദീപാവലിക്ക് ശേഷമാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ദക്ഷിണ സമർപ്പിക്കണം. പിന്നീട് നമുക്കതെടുത്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് കാണിക്കവഞ്ചിയിൽ നിക്ഷേപിക്കുകയും ചെയ്യാം. എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടം. ഭഗവതിക്ക് ദക്ഷിണയായി സമർപ്പിച്ചത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിർബന്ധമൊന്നുമില്ല. അതല്ല, നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിപാടുകളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഒരു 100-200 രൂപ നമ്മൾ വെച്ചു, അതിനുശേഷം നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് അതൊരു പാൽപ്പായസ നൈവേദ്യമോ എന്തിനെങ്കിലും നമുക്ക് അങ്ങനെ ചിലവാക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി അങ്ങനെയും നമുക്ക് എടുക്കാം.
അതിൽ തെറ്റില്ല. പക്ഷേ ആ പണം കൂടി അവിടെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദക്ഷിണ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ധനസമൃദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ കദളിപ്പഴം അത് നമുക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കാം. കാരണം മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും കുബേരസ്വാമിക്കും അതുപോലെ തന്നെ ധന്വന്തരമൂർത്തിക്കും ഒക്കെ തന്നെ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നതെല്ലാം തന്നെ, അതായത് ദീപാവലി വരെയുള്ള സമയങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് ഈ ദേവതകളെല്ലാം തന്നെ അന്നേ ദിവസം പ്രാർത്ഥിക്കണം. ഇനി ഏതൊരു പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് വിനായകനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ പൂജകളും അതിൻ്റെ ഐശ്വര്യം പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ പൂജകളുടെയൊക്കെ ആദ്യമായി നമ്മൾ വിനായകനെ പ്രാർത്ഥിച്ചിരിക്കണം. ഇനി വ്രതകഥയുണ്ട്. വ്രതകഥ നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് ധൻതേരാസ് ദിവസം നമ്മൾ മഹാലക്ഷ്മിയെ പൂജിക്കുന്നത് എന്ന് ഉള്ളതിൻ്റെ ആ വ്രതകഥ, അത് കഥ പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. കാരണം സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നമ്മൾ ഏകാദശിയൊക്കെ എടുത്ത് വ്രതകഥ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കഥ കൂടി പറഞ്ഞിട്ട് ഇതേപോലെ ഭഗവതി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഇനി ധൻതേരാസ് ദിവസം നമ്മൾ പൂജ ചെയ്യാനായിട്ട് ഏറ്റവും ഉത്തമമായ സമയമെന്ന് പറയുന്നത് 7:48, അതായത് സന്ധ്യയ്ക്ക് 7:48 മുതൽ 8:30 വരെയുള്ള സമയം. ആ സമയത്ത് ഈ 13 വിളക്ക് തെളിയിച്ച് ഈ നൈവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ സമ്പത്തുണ്ടാകുമെന്നും സമൃദ്ധി ഉണ്ടാകുമെന്നും കുടുംബത്തിലെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. ഈ ദിവസം എന്തായാലും ആ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനി നമുക്ക് വ്രതകഥയിലേക്ക് പോകാം. ഒരിക്കൽ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും കൂടി ഭൂമി സന്ദർശിക്കാനായിട്ട് വന്നു. മഹാവിഷ്ണു തന്നെ വരാനായിട്ടാണ് ആദ്യം ഉദ്ദേശിച്ചത്. മഹാലക്ഷ്മി പറഞ്ഞു അത് പറ്റില്ല, എന്നെ കൂടി കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചു. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞു ശരി കൊണ്ടുപോകാം, പക്ഷേ ഭൂമിയിലേക്കൊക്കെ വരുന്നത് കൊള്ളാം, അവിടെ പല പ്രലോഭനങ്ങളും ഉണ്ടാകും, ആ പ്രലോഭനങ്ങളിലൊന്നും ചെന്ന് പെടരുത് എന്ന് പറയുന്നു. ഇല്ല, ഞാൻ ഒരു പ്രലോഭനത്തിലും പെടില്ല എന്ന് മഹാലക്ഷ്മി ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഉറപ്പിന്മേലാണ് മഹാവിഷ്ണു കൊണ്ടുവരുന്ന സമയത്ത് മഹാവിഷ്ണു പറയുന്നുണ്ട് തെക്കോട്ട് നോക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നു ഇല്ല, ഞാൻ നോക്കില്ല എന്ന് പറയുന്നു. നമുക്കൊക്കെ അങ്ങനെയാണല്ലേ, നോക്കരുത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നോക്കാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ്. മഹാലക്ഷ്മിക്കും അങ്ങനെ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പം മഹാവിഷ്ണുവിനോട് നോക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യമൊക്കെ മറന്നു പോയിട്ട് തെക്കോട്ട് നോക്കിയപ്പം മനോഹരമായ കരിമ്പിൻ തോട്ടങ്ങളും മനോഹരമായ കടുകിൻ തോട്ടങ്ങളുമാണ് കാണാൻ സാധിച്ചത്. മഹാലക്ഷ്മിക്ക് വളരെ സന്തോഷമായി. ഈ കരിമ്പിൻ തോട്ടങ്ങളും കടുക് പാടങ്ങളും ഒക്കെ കണ്ടപ്പോഴേക്കും പിന്നെ പ്രതിജ്ഞ ചെയ്ത കാര്യമൊക്കെ മറന്നു പോവുകയും ആ കരിമ്പിൻ തോട്ടങ്ങളിൽ പോയിട്ട് ഈ കരിമ്പിൻ്റെ ജ്യൂസൊക്കെ എടുത്ത് കുടിക്കാനും അതുപോലെ തന്നെ കടുക് പൂക്കളൊക്കെ എടുത്ത് തലയിലൊക്കെ ചൂടി ഈ കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് നടക്കാനും തുടങ്ങി. മഹാവിഷ്ണു നോക്കിയപ്പോൾ മഹാലക്ഷ്മി ഇല്ലാതെ ആ തോട്ടത്തിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ തലയിൽ ചൂടി കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് നടക്കുന്നു. മഹാവിഷ്ണു പറഞ്ഞു എന്നോട് പറഞ്ഞ പ്രതിജ്ഞയൊക്കെ തെറ്റിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെ വൈകുണ്ഠത്തിലേക്ക് വരണ്ട, 12 വർഷക്കാലം ഈ കരിമ്പിൻ്റെയും കടുകിൻ്റെയും കർഷകൻ്റെ വീട്ടിൽ കഴിഞ്ഞുകൊള്ളുക, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് നാമം ജപിച്ച് അവിടെ ഇരുന്നു കൊള്ളുക, 12 വർഷം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് മഹാവിഷ്ണു പറയുകയും മഹാവിഷ്ണു അങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ മഹാലക്ഷ്മി ഒരു സാധാരണ സ്ത്രീയുടെ വേഷം ധരിക്കുകയും ഈ ദരിദ്രനായ കർഷകൻ്റെ കൂടി അയാളുടെ ഒരു ജോലിക്കാരിയെ പോലെ, ആ പാടത്തിലെ ഒരു ജോലിക്കാരിയെ പോലെ മഹാലക്ഷ്മി അവിടെ കഴിയാനും തുടങ്ങി. മഹാലക്ഷ്മി ചെന്ന് കാലുകുത്തിയതോടുകൂടി ഈ ദരിദ്ര ബ്രാഹ്മണൻ സമ്പന്നനായി തീർന്നു. അങ്ങനെ 12 വർഷങ്ങൾ കടന്നുപോയി. ലക്ഷ്മി ദേവിക്ക് വൈകുണ്ഠത്തിലേക്ക് മടങ്ങേണ്ടുന്ന സമയം വന്നെത്തി. മഹാവിഷ്ണു തന്നെ ഇങ്ങ് വന്നു മഹാലക്ഷ്മിയെ കൊണ്ടുപോകുന്നതിനായിട്ട്. കാരണം ലക്ഷ്മി ദേവി ഇല്ലാതെ എങ്ങനെ കഴിച്ചുകൂട്ടിയെന്ന് മഹാവിഷ്ണുവിന് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് 12 വർഷം ലക്ഷ്മിയും വിഷ്ണുവും എണ്ണി കഴിഞ്ഞുകൂടുകയായിരുന്നു. അങ്ങനെ മഹാവിഷ്ണു തന്നെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ
രൂപം എടുക്കുകയും മഹാലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടു പോകാൻ അവിടേക്ക് വരികയും ചെയ്തു. അങ്ങനെ വന്നിട്ട് മഹാവിഷ്ണു പറഞ്ഞു, ഞാൻ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നതാണ്, എൻ്റെ ഭാര്യയാണ്, ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ കർഷകൻ വിട്ടില്ല. കർഷകൻ പറയുകയാണ്, പറ്റില്ല, ഇത് എൻ്റെ വീട്ടിലെ ജോലിക്കാരിയാണ്, ഇവർ വന്നതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടായത്, അതുകൊണ്ട് വിടാൻ പറ്റില്ല എന്ന് ഈ കർഷകൻ പറഞ്ഞു. അപ്പോഴേക്കും മഹാലക്ഷ്മി ആകെ വലഞ്ഞു, പോയേ പറ്റൂ. അങ്ങനെ മഹാലക്ഷ്മി സ്വന്തം രൂപത്തിൽ ആ കർഷകൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ വിടാൻ പറ്റില്ല എന്നൊന്നും കർഷകന് പറയാൻ പറ്റില്ല. അതോടുകൂടി കർഷകന് വലിയ സങ്കടവും ആയി. ആ സമയത്ത് മഹാലക്ഷ്മി ഇങ്ങനെ അരുളി ചെയ്തു, ദീപാവലിക്ക് മുമ്പുള്ള കൃഷ്ണത്രയോദശി രാത്രിയിൽ എല്ലാ വർഷവും താൻ കർഷകനെ സന്ദർശിക്കുമെന്നും ലക്ഷ്മീദേവി കർഷകനെ അനുഗ്രഹിച്ചു. ഈ ഐതിഹ്യമനുസരിച്ചിട്ട് ദീപാവലിക്ക് മുമ്പുള്ള കൃഷ്ണത്രയോദശി ദിനത്തിൽ എല്ലാ വർഷവും ദേവിയെ സ്വാഗതം ചെയ്യുന്നതിനായി ആ കർഷകൻ തൻ്റെ വീട് വൃത്തിയാക്കുകയും നെയ്ദീപം തെളിയിച്ച് രാത്രി മുഴുവനും ദേവിയെ പ്രാർത്ഥിച്ചിരിക്കുകയും ചെയ്യുന്നുവെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ എല്ലാ വർഷവും ആ കർഷകൻ്റെ വീട്ടിലേക്ക് ഈ ത്രയോദശി ദിനത്തിൽ, ധൻത്രയോദശി ദിനത്തിൽ മഹാലക്ഷ്മി എത്തിച്ചേരുന്നുവെന്നും അതിനാൽ ഈ കർഷകൻ ഒരിക്കലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്നും സമ്പത്ത് ധാരാളമായി ഉണ്ടായി എന്നും വിശ്വസിക്കുന്നു. ഈ കാര്യം എല്ലാവരും അറിഞ്ഞു. അതിനുശേഷം എല്ലാ മനുഷ്യരും ദീപാവലിക്ക് മുമ്പുള്ള കൃഷ്ണത്രയോദശി ദിനത്തിൽ മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുവാൻ തുടങ്ങി. അങ്ങനെ എല്ലാ മനുഷ്യരും രാത്രിയിൽ നെയ്ദീപം തെളിയിച്ച് മഹാലക്ഷ്മിയെ പൂജിച്ച് പ്രാർത്ഥിച്ചിരിക്കാറുണ്ട്. ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവർക്കൊക്കെ തന്നെ ധാരാളമായ സമൃദ്ധി മഹാലക്ഷ്മി പ്രദാനം ചെയ്യുന്നുവെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം മഹാലക്ഷ്മിയെയും കുബേരസ്വാമിയെയും എല്ലാ ഹൈന്ദവ വിശ്വാസികളും പ്രാർത്ഥിക്കുകയും നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുകയും പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ഭക്തരുടെ വീടുകളിലേക്ക് മഹാലക്ഷ്മി എത്തുമെന്നും അതോടുകൂടി അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു എന്നുമാണ് വിശ്വസിക്കുന്നത്. സമ്പത്ത് എന്ന് പറയുന്നത് പണം മാത്രമല്ല, ആരോഗ്യം, സന്തതികൾ, സൽപ്പേര്, ഉദ്യോഗം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഐശ്വര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അഷ്ടലക്ഷ്മിമാരെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അഷ്ടലക്ഷ്മിമാരെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിരുന്നു. അതെല്ലാം ആ 8 ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ധാരാളം പണമുണ്ട്, ആരോഗ്യമില്ല, എന്ത് പ്രയോജനം? നമുക്ക് ധാരാളം പണമുണ്ട്, സന്തതികളില്ല, എന്ത് പ്രയോജനം? നമുക്ക് ധാരാളം പണമുണ്ട്, സൽപ്പേരില്ല, എന്ത് പ്രയോജനം? നമുക്ക് ധാരാളം പണമുണ്ട്, പക്ഷെ ജോലിയൊന്നുമില്ല. ഇഷ്ടംപോലെ ഭൂസ്വത്തുക്കളുണ്ട്, ബാങ്കിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്. സമൂഹത്തിൽ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്താണ് ജോലി, അല്ലെങ്കിൽ നിൻ്റെ മകൻ എന്താണ് ജോലി? ഒന്നുമില്ല, വീട്ടിലിരിക്കുകയാണ്, എന്ത് പ്രയോജനം? അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് വേണം. നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, സൽപ്പേരുണ്ട്, എല്ലാമുണ്ട്, പക്ഷെ കാശില്ല, എന്ത് പ്രയോജനം? അപ്പം സമ്പത്തും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഐശ്വര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ദിവസം മഹാലക്ഷ്മിയെയും കുബേരസ്വാമിയെയും അതുപോലെ തന്നെ ധന്വന്തരമൂർത്തിയെയും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഫലങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മുമ്പായി നമ്മൾ വിനായകനെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ നാഥനായ മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കണം. ലക്ഷ്മി ദേവിക്ക് വേണ്ടി 13 മൺചിരാതുകൾ, അത് ഒരു വലിയ തട്ടത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തെളിയിക്കാം. അതല്ല തറയിൽ തന്നെ നിരത്തി വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും തെളിയിക്കാം. എന്തായാലും 13 ദീപങ്ങൾ തെളിയിച്ച് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. നിങ്ങൾക്ക് നൈവേദ്യമായി സമർപ്പിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു.
പറഞ്ഞ കൂട്ടത്തിൽ വെറ്റില, അത് ഞാൻ മറന്നുപോയെന്ന് തോന്നുന്നു. വെറ്റില നിങ്ങൾക്ക് സമർപ്പിക്കാം, അടയ്ക്ക നിങ്ങൾക്ക് സമർപ്പിക്കാം, മഞ്ഞൾ, ഗ്രാമ്പു, ഏലയ്ക്ക, കറുവപ്പട്ട, ബേ ലീവ്സ്, അതുപോലെ മല്ലി, കുരുമുളക്, നാരങ്ങ, പിന്നെന്താണ് പച്ചക്കർപ്പൂരം, ഇതൊക്കെ തന്നെ നൈവേദ്യമായി സമർപ്പിക്കാം. അതൊക്കെ ചൂല്, ഇതെല്ലാം തന്നെ സമർപ്പിക്കാം. ഇതെല്ലാം സമർപ്പിച്ചത് നമുക്ക് ദീപാവലിക്ക് ശേഷം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പ്രസാദങ്ങൾ മാത്രം, അതായത് പാല് അല്ലെങ്കിൽ മധുരപലഹാരങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ അന്നന്നത്തേക്കുള്ളത് അന്നന്ന് വെക്കുക. ഈ 5 ദിവസവും ഇങ്ങനെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ദീപാവലി വരെയുള്ള ദിവസങ്ങളിൽ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ഐശ്വര്യം നമുക്കുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ഈ പൂജ വെക്കുന്ന പ്രദേശത്ത് ഒരു ചുവന്ന പട്ട് വിരിച്ചിട്ട് ആ പട്ടിൻ്റെ പുറത്ത് ഈ പൂജാ സാധനങ്ങളൊക്കെ വെച്ച് ഭഗവതിക്ക് നൈവേദ്യമായി സമർപ്പിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. കാരണം ചുവപ്പ് നിറം ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ചുവന്ന പട്ടിൻ്റെ പുറത്ത് പൂജാ സാധനങ്ങളൊക്കെ വെച്ച് സമർപ്പിക്കാനായിട്ട് പറയുന്നത്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ എല്ലാ പൂജകൾക്കും ഫലം, തടസ്സങ്ങളൊന്നും കൂടാതെ ആ ഫലസിദ്ധി നമുക്ക് കൃത്യമായി കിട്ടണമെങ്കിൽ, അതുപോലെ തന്നെ പൂജ മുടങ്ങാതെ നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിലൊക്കെ തന്നെ വിനായകൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകണം. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി ചുവന്ന പട്ട് വിരിക്കണമെന്ന് പറഞ്ഞെങ്കിലും ആ ചുവന്ന പട്ടിൻ്റെ പുറത്ത് വിളക്കെടുത്ത് വെക്കരുത്. വിളക്കെടുത്ത് വെച്ചാൽ ചിലപ്പോൾ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നോക്കി യുക്തിയായി ചെയ്യുക. എല്ലാ സാധനങ്ങളും നമുക്ക് മേടിച്ച് സമർപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ സമർപ്പിക്കുക. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും പാലിൽ പഞ്ചസാരയും ഏലക്കയും ഇട്ട് കാച്ചി ഭഗവതിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ഈ 5 ദിവസവും നിങ്ങൾ പാലിൽ പഞ്ചസാരയും ഏലക്കയും ഇട്ട് ഭഗവതിക്ക് നൈവേദ്യമായി സമർപ്പിച്ചത് പ്രാർത്ഥിച്ചു നോക്കൂ. തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാക്കി തരും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. വ്രതകഥ മനസ്സിലാക്കുക. വ്രതകഥ ചൊല്ലി തന്നെ പ്രാർത്ഥിക്കുക. കർഷകനെ എങ്ങനെയാണോ അനുഗ്രഹിച്ചത് അതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.